കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലൂട് രവി രാജിവെച്ചതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിൽ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഒരു മാസത്തിനുള്ളിൽ പുനഃസംഘടന വരുമ്പോൾ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനാണ് KPCCയുടെ നീക്കം. സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. സലീം, അതിനിടയിൽ ഒരു താൽക്കാലിക അധ്യക്ഷൻ വേണ്ട കാര്യം, എന്തായാലും ഈ DC പ്രസിഡന്റൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ അതുവരെ കാത്തിരിക്കാം എന്നൊക്കെയുള്ള ചില ആലോചനകളും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഉണ്ടെന്നുള്ള വാർത്തകൾ പരക്കുമ്പോൾ ശരിക്കും ഈ വിൻസെന്റിനെ പ്രസിഡന്റാക്കാനുള്ള നീക്കമുണ്ടോ? ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് രണ്ട് നിലയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതൊന്ന്, ഒരു താൽക്കാലിക അധ്യക്ഷനെ നിലവിൽ തിരുവനന്തപുരം DCCക്കായി നൽകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു മാസം പരമാവധിക്കുള്ളിൽ പുതിയ പുനഃസംഘടന ഉണ്ടാകും, അപ്പോൾ പുതിയ അധ്യക്ഷനെ വെച്ചാൽ മതി എന്നുള്ളത്. അതിൽ തന്നെ ഈ ആദ്യത്തെ നിലയിൽ, അതായത് ഒരു താൽക്കാലിക DCC അധ്യക്ഷനെ വെക്കുക എന്നുള്ള അഭിപ്രായത്തിനാണ് പാർട്ടിക്കുള്ളിൽ, നേതൃത്വത്തിനുള്ളിൽ പിന്തുണ കൂടുതൽ. കാരണം പാലോട് രവി പോയ പശ്ചാത്തലത്തിൽ അടുത്ത 2 ആഴ്ചക്കാലമോ അതല്ലെങ്കിൽ ഒരു മാസക്കാലമോ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം അവതാളത്തിലാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വലിയ പ്രതിരോധത്തിലുമാണ് നിലവിൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. DCC അധ്യക്ഷൻ, മുതിർന്ന നേതാവ് വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി രാജിവെച്ചതോടുകൂടി പ്രതിരോധത്തിലായിരിക്കുന്ന പാർട്ടിയെ ഒരു മാസം നാഥനില്ലാതെ വിടേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായവും നേതൃത്വത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ടാണ് വിൻസെന്റ് MLA പേര് സജീവമായി പരിഗണിക്കുന്നത്. നേരത്തെ ഈ DCC അധ്യക്ഷന്മാരെ പരിഗണിക്കുന്നതിനിടയിലും വിൻസെന്റിനോട് താല്പര്യം ചോദിച്ചിരുന്നു നേതൃത്വം. പക്ഷേ വിൻസെന്റ് DCC അധ്യക്ഷനാകാൻ താല്പര്യം അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ DCC അധ്യക്ഷനായി, മുഴുവൻ സമയ DCC അധ്യക്ഷനായ വിൻസെന്റിന്റെ പേര് കാര്യമായി പരിഗണനയില്ല. അതിനിടയിലാണ് ഇപ്പോൾ താൽക്കാലിക അധ്യക്ഷനായി വിൻസെന്റിനെ പരിഗണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മണക്കാട് സുരേഷിനെയും ചെമ്പഴന്തി അനിലിന്റെയും പേരുകളും താൽക്കാലിക DCC അധ്യക്ഷന്റെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ DCC അധ്യക്ഷനാകാനും ഈ രണ്ടുപേരുടെയും പേരുകൾ സജീവമായി പരിഗണനയിൽ നിൽക്കുകയുമാണ്. നിലവിൽ പാലോട് രവിക്കെതിരെ എടുത്ത നടപടിയിലും പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒരു വലിയ വിഭാഗം നടപടി നന്നായി, വേഗത്തിലുള്ള നടപടി പാർട്ടിയിലെ ഒരു അച്ചടക്കത്തിന് വഴിവെക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ്. അതേസമയം വേണ്ട വിധത്തിൽ പാലോട് രവിയെ കേട്ടില്ല എന്നാണ് പാലോട് രവി അനുകൂലികൾ പറയുന്നത്. കാരണം വളരെ സത്യസന്ധമായി പറഞ്ഞൊരു ശബ്ദശകലം, അത് ഗുണദോഷിച്ചത്, ഒരു പ്രവർത്തകനെ ഗുണദോഷിച്ചത് വേണ്ട വിധത്തിൽ പാലോട് രവിയെ കേൾക്കാതെയാണ് തിടുക്കപ്പെട്ട രാജി എഴുതി വാങ്ങിയത് എന്നൊരു അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. ഓക്കെ, താങ്ക് യു സലീം മാലിക്.